Good morning. Good morning, ma'am. Okay, good morning. Chena, good morning. Good morning. Okay, Shina, good morning. Dina, okay. Asana, okay. തുടങ്ങാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാൻഡിഡേറ്റ്സ് എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചോ? ഓക്കെ അനശ്വര, ഗുഡ് മോർണിംഗ്. വായിച്ചു. ക്ലിയർ ആണോ? അത്രയും ഭാഗങ്ങൾ ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓർമ്മയിട്ട് കൊടുക്കാണ്. Okay, Nasir, good morning. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രീവൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമ്മുടെ ഫിനിഷ് ചെയ്തിരുന്നു അല്ലെ? ഓക്കെ. പിന്നെ നമ്മൾ തുടങ്ങിയത് ഡിസിപ്ലിൻ ആയിരുന്നു. ഡിസിപ്ലിനെ സംബന്ധിച്ചാണ് നമ്മൾ തുടങ്ങി വെച്ചത്. എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ, എക്സാം ഓഫ് പോർഷൻസ് കഴിയുമ്പോൾ സമയമുണ്ട്. ഇപ്പോഴേ തന്നെ എക്സാമിനെ പറ്റി ചിന്തിക്കേണ്ട, പോർഷൻസ് കഴിയട്ടെ കേട്ടോ. ഓക്കെ, എല്ലാവരും പോർഷൻസ് കഴിയാറാകുന്ന എനിക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നോക്കാം കേട്ടോ. എംപ്ലോയി ഡിസിപ്ലിൻ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം അതിന്റെ മീനിങ്, അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഡെഫിനിഷൻസ്, രണ്ടു പേരുടെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ആരുടെയൊക്കെയായിരുന്നു? ഡെയ്ൽ എസ് ഗിച്ചിന്റെ ഡെഫിനിഷനും ഗാരി ഡെസ്ലറിന്റെ ഡെഫിനിഷൻ. ഓർമ്മയില്ലല്ലോ? ആ ഡെഫിനിഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കൂ കേട്ടോ, ആരാണത് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ് കേട്ടോ. നേച്ചർ ഓഫ് ഡിസിപ്ലിന്റെ 2 പോയിന്റുകൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നേച്ചർ ഓഫ് ഡിസിപ്ലിന് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് അല്ലെ? അതായത് നമുക്കറിയാം, നമ്മൾ എന്തിനാണ് ഒരു ഓർഗനൈസേഷന് അവരുടേതായ ചില കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ട് ഏതൊരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ ഉണ്ട്. അത് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് അവിടുത്തെ ഓരോ എംപ്ലോയീസിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവരുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ് അല്ലെ? അപ്പോ സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഓരോ മീൻസ് ഒരു ഓർഗനൈസേഷനിൽ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷൻ ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അത് കൃത്യമായിട്ട് പാലിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആർക്കുണ്ടായിരിക്കും? അവിടുത്തെ എംപ്ലോയീസിന് ഉണ്ടായിരിക്കും അല്ലെ? നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്കറിയാം, ഓരോ സ്ഥാപനത്തിലും ഓരോ അതിൻ്റെതായ ചില പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാനായിട്ട്. ഒരിക്കലും അത് ഓരോ സ്ഥാപനത്തിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ അവിടുത്തെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും പെരുമാറാനായിട്ട്. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ വയലേറ്റ് ചെയ്യരുത്. അതിന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അച്ചടക്ക നടപടികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഇപ്പോഴും എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. അത് ആസ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ ആണ്, ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഇതുകൊണ്ടാണ് ഇത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറയാൻ കാരണം, അതായത് ഈ ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മിസ്റ്റേക്കുകൾ അല്ലെ, അവരുടെ തെറ്റുകൾ തിരുത്തുന്നതിനും അതുപോലെ തന്നെ അവർക്കറിയാം ഒരു തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു തെറ്റായ പ്രവൃത്തികൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തില് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണിത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നല്ല പ്രവൃത്തികളെ എന്താണ് പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെ, ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നേച്ചർ ആണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ട്. നോക്കാം, ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ നേച്ചർ അല്ലെ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം, അതുപോലെ തന്നെ നെഗറ്റീവും ആവാം അല്ലെ? ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ systematically will provide a positive response to the employees in the form of a reward. അല്ലെ?
നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എംപ്ലോയീസ് അത് പാലിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ അത്രയും ഡിസിപ്ലിൻഡ് ആണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവർക്ക് റിവാർഡിലൂടെ അവർക്ക് നല്ലൊരു റെസ്പോൺസ് അവർക്ക് ലഭിക്കും, അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കും, നല്ല ഇൻസെന്റീവ്സ് ലഭിക്കും, നല്ല ബെനിഫിറ്റ്സുകളൊക്കെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ അതൊരു പോസിറ്റീവ് നേച്ചർ ആണ് സൂചിപ്പിക്കുന്നത് ആണല്ലോ. അതേസമയം violation of rules and regulations will have a negative effect on the future advancement of the employee. അതേസമയം നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലംഘിക്കുകയാണെങ്കിൽ അത് എംപ്ലോയിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ, ഫ്യൂച്ചർ ഡെവലപ്മെന്റിനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് വോളണ്ടറി ഓർ ഇമ്പോസ്ഡ്. അതായത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണ്. ഒന്ന് വോളണ്ടറി ഡിസിപ്ലിൻ ആണ്, രണ്ട് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആണ്. വോളണ്ടറി എന്ന് പറയുമ്പോൾ തന്നെ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വമേധയ എന്നുള്ള അർത്ഥം കേട്ടോ. അതേസമയം ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫോഴ്സ്ഫുള്ളി ഒരാളുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് ഇമ്പോസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നോക്കാം. ഡിസിപ്ലിൻ ഈസ് ഓഫ് ടു ടൈപ്സ്. ഇതൊക്കെയാണ് voluntary and imposed. If an employee is self-disciplined, it is called voluntary discipline. Underline ചെയ്യാട്ടോ. As it is chosen by the one's own will. ശരിയല്ലേ? അതായത് ഒരു എംപ്ലോയി അയാളൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ചില ആളുകൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതായത് അവരുടെ ലൈഫിൽ അയാളും ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് പെരുമാറുന്ന ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് സെൽഫ് ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയും. വോളണ്ടറി എന്ന് വെച്ചാൽ സ്വമേധയ ഉള്ളതാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ എന്തായാലും അനുസരിക്കണം എന്നും നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. അവര് സ്വമേധയ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിന് വോളണ്ടറി ഡിസിപ്ലിൻ, വോളണ്ടറി മീൻസ് സ്വമേധയ ഉള്ളത് എന്നാണ് കേട്ടോ. ആസ് ഇറ്റ് ഈസ് ചോസൺ ബൈ വൺസ് ഓൺ വിൽ. അതെന്ന് പറയുമ്പോൾ ഒരാള് സ്വമേധയാ തെരഞ്ഞെടുക്കുന്നതാണ്. ആരും എന്ത് ചെയ്യുന്നതല്ല, ഫോഴ്സ്ഫുള്ളി അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. അയാൾ സ്വമേധയാ തെരഞ്ഞെടുക്കുന്നതാണ്. അതിൽ നമുക്ക് വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിശേഷിപ്പിക്കും. അതേസമയം when the rules and regulations are imposed forcefully, it is called imposed or obligatory discipline. അതേസമയം നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ റൂൾസും റെഗുലേഷൻസും വളരെ ഫോഴ്സ്ഫുള്ളി നമ്മളൊരു വ്യക്തിയിൽ ഇമ്പോസ് ചെയ്യാമെന്ന് ഇരിക്കട്ടെ, നമുക്കതിന് എന്ത് പറയാം? ഇമ്പോസ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി. ഒബ്ലിഗേറ്ററി നിർബന്ധിതമായിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ പാലിച്ചേ മതിയാകൂ എന്ന് നമ്മൾ എന്താണ് ഒരാളിനെ നമ്മൾ എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ് കേട്ടോ. ഓക്കെ, ഈ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. നോക്കാം. ഇംപ്ലിമെന്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൺ ദ എംപ്ലോയീസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ദ നീഡ് ആസ് വെൽ ആസ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ മേല് റൂൾസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കാനുണ്ട്. അത് മാനേജ്മെന്റിന് ആവശ്യമാണ്, മാനേജ്മെന്റിന്റെ അവകാശമാണ് അല്ലെ. മാനേജ്മെന്റിന്റെ കാര്യം എന്താണ്? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ മേലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് മാനേജ്മെന്റിന്റെ ആവശ്യം മാത്രമല്ല, അത് മാനേജ്മെന്റിന്റെ അവകാശം കൂടിയാണ്. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻ കേസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് അൺഫെയർ and unjust, then only the employees of the organization can oppose it. Otherwise, it is unbelievable. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്ട്, അറിയാം. കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റച്ചട്ടങ്ങളാണ് അല്ലെ. എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷനിലെ അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഏതൊരു സ്ഥാപനത്തിലും അവര് സെറ്റ് ചെയ്തിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പറഞ്ഞ അവിടുത്തെ ജീവനക്കാര് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് അഥവാ കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ഫെയർ ആണെന്ന് വിചാരിക്കും. ഫെയർ അല്ല, അൺഫെയർ ഓർ അൺജസ്റ്റ്. എന്നുവെച്ചാൽ ഒരു മോശമായിട്ടുള്ള നല്ലൊരു പെരുമാറ്റച്ചട്ടങ്ങളിൽ ആർക്കും അത് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അൺഫെയർ ആയിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണെങ്കിൽ മാത്രമേ എംപ്ലോയീസ് എന്ത് ചെയ്യാം, അതിന് വേണ്ടി ഒപ്പോസ് ചെയ്യാം. Then only the employees of the organization can oppose that. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് അത് ഒപ്പോസ് ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് അൺഡിനേബിൾ ആണ്. അല്ലാത്ത പക്ഷം അത് നിഷേധിക്കാനാവാത്തതാണ്. എന്ന് പറഞ്ഞാല് ക്ലിയർ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അത് എംപ്ലോയീസ് അനുസരിച്ചിരിക്കണം. അത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. അതേസമയം അവിടുത്തെ കോഡ് ഓഫ് കണ്ടക്ട് ഒരു അൺഫെയർ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് ഒപ്പോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് കൺട്രോളിംഗ് ഫോഴ്സ്. കൺട്രോളിംഗ് ഫോഴ്സിൽ പറയുന്നത് ഡിസിപ്ലിൻ ആക്ട് ആസ് എ കൺട്രോളിംഗ് ഫോഴ്സ് because it regulates the actual behavior of employees and improves their performance. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാര്യം എന്താണ്? ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ആക്ച്വൽ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. അതൊരു എംപ്ലോയീസിന്റെ ആക്ച്വൽ ആയിട്ടുള്ള അവരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുകയും ആൻഡ് ഇംപ്രൂവ്സ് ദയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? ഡിസിപ്ലിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ ഡിസിപ്ലിന്റെ ഒരു ഡെഫിനിഷൻ കണ്ടു. ഡെയിലി സ്പീച്ചിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ദ ഹ്യൂമൻ ബിഹേവിയർ. അല്ലെ? ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് എന്തിനു സാധിക്കുന്നുണ്ട്? ഡിസിപ്ലിന് സാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് അവരുടെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് ഡിസിപ്ലിന്റെ നേച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. 6 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. നമുക്ക് ആദ്യം പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം. രണ്ടാമത്തത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. എംപ്ലോയീസിനെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കി മാറ്റാം, ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റാം. അടുത്തത് എന്താണ്? ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. കേട്ടോ, ബ്രിങ്ങിങ് ആണ് കേട്ടോ, അവിടെ ബ്രൈനിങ് ആണ് എഴുതിയിരിക്കുന്നത്. ബ്രിങ്ങിങ് ആക്കാം കേട്ടോ. BRING കേട്ടോ, GIH. ഓക്കെ, ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. എംപ്ലോയീസിന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക. പിന്നെ മറ്റെന്താണ്? കൺട്രോളിങ് എംപ്ലോയീസ്, ജീവനക്കാരെ നിയന്ത്രിക്കുക. അഞ്ചാമത്തത് മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. എംപ്ലോയിക്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ആണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എവരി ഓർഗനൈസേഷൻ സെറ്റ്സ് certain rules and regulations which are to be followed in order to achieve the desired objectives. നമുക്കറിയാം, ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഇതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാ ഓർഗനൈസേഷനും അവരുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ?
അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവര് നടപ്പിലാക്കിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ എന്നത് നമ്മൾ പറയുന്നത്. സോ ദ ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻസ് ഡിസിപ്ലിൻ among the employees so that the organizational goals can be achieved easily. അപ്പോ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. എങ്കിൽ മാത്രമേ അവർക്ക് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങള് ജീവനക്കാരിലൂടെ ഏറ്റവും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. ഇഫ് എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ്, the organization cannot work efficiently and effectively. ശരിയല്ലേ? ഇപ്പൊ അവിടെയുള്ള എംപ്ലോയീസ് അൺഡിസിപ്ലിൻഡ് ആണെന്ന് വിചാരിക്കാം. അച്ചടക്കമില്ലാത്ത കുറച്ച് ജീവനക്കാരാണ് ആ ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ഒരിക്കലും എഫിഷ്യന്റ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. Maximum efforts should be made by the management to maintain discipline in order to achieve the organizational goals. അതുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്നിടത്തോളം മാനേജ്മെന്റ് എംപ്ലോയീസിന് എന്ത് എടുത്തിരിക്കണം? ഡിസിപ്ലിനറി നടപടികൾ എടുത്തിരിക്കണം. മാക്സിമം എഫർട്ട് എടുക്കണം. അല്ലെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം എഫർട്ട് ആരെടുത്തിരിക്കണം? മാനേജ്മെന്റ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതിലൂടെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. എംപ്ലോയീസിനെ കുറെ കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റും, അച്ചടക്കമുള്ളവരാക്കിയിട്ട് മാറ്റും. നോക്കാം, ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ in order to avoid any kind of irresponsible behavior on the part of employees. If the employees follow the sector rules and regulations in a disciplined and systematic way, then they will be more responsible to perform their duties towards their organization. അതായത് നമുക്കറിയാം, ഒരു നമ്മൾ എന്തിനാ ഡിസിപ്ലിൻ ഒക്കെ നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എംപ്ലോയീസിന്റെ ഭാഗത്ത് ഉത്തരവാദിത്തപരമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ ഒക്കെ നടപ്പിലാക്കുന്നത്. അല്ലെ, അത് മാത്രമല്ല എംപ്ലോയീസ് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവർ അനുസരിക്കുകയാണെന്ന് വിചാരിക്കുക. അവരതനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കുറെ കൂടെ നല്ല രീതിയിൽ ഓർഗനൈസേഷന് നേരെ അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കറക്റ്റ് ആയിട്ട് പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗനൈസേഷനോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റവും നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ, അപ്പൊ അങ്ങനെ ഈ ഒരു ഡിസിപ്ലിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിനെ കുറെ കൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാണ് ഇത് മൂന്നാമത്തെ പോയിന്റ് ആണ് ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് നമ്മുടെ ഡിസിപ്ലിനിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, ഡിസിപ്ലിനഡ് എംപ്ലോയീസ് ഹാവ് എ good tolerance level and can make adjustments easily to achieve the standards of the organization. അതായത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ലൊരു ടോളറൻസ് ഉണ്ടാവും. അല്ലെ, നല്ലൊരു സഹിഷ്ണുത മനോഭാവം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാനും അവര് തയ്യാറായിരിക്കും. അല്ലെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് വേണം? ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ജീവനക്കാരുടെ പെരുമാറ്റത്തില് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലെ, അങ്ങനെ ഒരു ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് നമുക്ക് എന്തിലൂടെ സാധിക്കുന്നുണ്ട്? ഡിസിപ്ലിനിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി അതോടൊപ്പം തന്നെ എന്ത് വേണം? എ കോൺസ്റ്റന്റ് ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് can be maintained through a proper discipline policy.
ഒരു ശരിയായ ഡിസിപ്ലിൻ പോളിസിയിലൂടെ അച്ചടക്ക നയങ്ങളിലൂടെ നമുക്ക് ഈ എംപ്ലോയീസിന്റെ ബിഹേവിയർ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ പെരുമാറ്റം കറക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ഡിസിപ്ലിനറി പോളിസിയിലൂടെ സാധിക്കും. Thus, if an effective discipline policy is created by an organization, it can improve the law performance of the company to better perform and compel them to achieve the organizational goals. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസിയാണ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും താഴ്ന്ന പെർഫോമൻസ് ഉള്ളവരെ കുറെ കൂടെ നമുക്ക് ബെറ്റർ പെർഫോമൻസ് ആക്കി മാറ്റാനും അതുപോലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതിനും നമുക്ക് അതിലൂടെ സാധിക്കും. ഇപ്പൊ ഏറ്റവും ലോ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് കുറെ കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് ലെവലിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടും ആ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരെ നിരന്തരം പ്രേരിപ്പിക്കാനും നമുക്ക് അതിലൂടെ സാധിക്കും. അവിടെ പറയുന്നത് ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. എംപ്ലോയീസിന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഡിസിപ്ലിനിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് എംപ്ലോയീസ്. അതായത് നമുക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അവരെ നമുക്ക് നിയന്ത്രിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. The main motive of creating discipline policy for the employees is to have a stronger control over them. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എംപ്ലോയീസിന്റെ മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരണം, ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരണം. ആ ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ പോളിസികൾ നടപ്പിലാക്കുന്നത്. Since higher authorities are entitled for take disciplinary action, a few in the minds of the employees automatically arise and compel them to follow their instructions without any violation. നമുക്കറിയാം ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ പോളിസികൾ എല്ലാം തന്നെ നടപ്പിലാക്കുന്നത് ഹയർ അതോറിറ്റീസ് ആണ്, അല്ലെ? അതായത് ഏറ്റവും ഉയർന്ന അധികാരികളാണ് ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ പോളിസികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില എംപ്ലോയീസിനെങ്കിലും എന്താണ് ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നുണ്ട്, ലംഘനങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് അനുസരിക്കണം എന്നുള്ളൊരു ധാരണ അവരിലുണ്ടാവും. കാര്യം അവർക്കറിയാം, അവർക്കൊരു പേടി ഉണ്ടാവും. കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള അച്ചടക്ക നയങ്ങള് കൊണ്ടുവരുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഹയർ ആയിട്ടുള്ള അതോറിറ്റീസ് ആണ്. അപ്പൊ അതോറിറ്റീസിന്റെ ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ ലംഘിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള അച്ചടക്ക നടപടികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു ധാരണ എംപ്ലോയീസിന്റെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വയലേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതിനുള്ള ധാരണയും അവരുടെ മനസ്സിലുണ്ടായിരിക്കും. കാര്യം എന്താണ്, ഈ പറയുന്ന ഡിസിപ്ലിൻ പോളിസികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് ഹയർ അതോറിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എംപ്ലോയീസിന്റെ മുന്നിൽ നമ്മളൊരു കൺട്രോള് കൊണ്ടുവരും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, മെയിൻറ്റൈനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. നമ്മൾ ഈ പറയുന്ന എംപ്ലോയിക്ക് മാനേജ്മെന്റിന് ഇടയിലായിട്ട് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് നമ്മുടെ ലക്ഷ്യമിടുന്നു. Disciplinary action against any employee often causes a lot of misunderstanding between the employees and the management. ശരിയാണ് അല്ലെ? നമ്മളിപ്പോ ഒരു എംപ്ലോയ്മെന്റിന്റെ ഒരു ജീവനക്കാരന്റെ നേർക്ക് നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് മാനേജ്മെന്റിന്റെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടവരുത്തും, അല്ലെ? നമ്മളിപ്പോ ഒരാളുടെ എതിരെ ശരിക്കും അയാൾ തെറ്റ് ചെയ്തിട്ടായിരിക്കാം, പക്ഷെ നമ്മൾ അയാൾക്കെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. പക്ഷെ നമ്മളൊരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ അത് ആ ഒരു എംപ്ലോയിക്ക് മാനേജ്മെന്റിന് വേണ്ടി ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിളിന് ഇടവരും, അല്ലെ? ഓക്കെ, അപ്പൊ ബട്ട് സ്പോയിലിംഗ് ദ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻസ് ഈസ് നോട്ട് ദ എയിം ഓഫ് ദ ഡിസിപ്ലിൻ പോളിസി. പക്ഷെ ഒരിക്കലും ഈ പറയുന്ന യൂണിയൻ എന്ന് പറയുന്ന എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, അല്ലെ? ഈ പറയുന്ന ട്രേഡ് യൂണിയനും മാനേജ്മെന്റുള്ള തമ്മിലുള്ള റിലേഷൻ സ്പോയിൽ ചെയ്യാന്നുള്ളത് ഒരിക്കലും ഒരു ഡിസിപ്ലിൻ പോളിസിയുടെ ലക്ഷ്യമല്ല. എപ്പോഴും നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമിടുന്നത്. Thus, in order to gain and maintain trust of employees and the unions and to attain their cooperation, it is essential to have a fair discipline policy. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ
അല്ലെങ്കിൽ യൂണിയൻസിന്റെ മാനേജ്മെന്റിന്റെ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു കോപ്പറേഷൻ ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻ പോളിസി നമ്മൾ അവിടെ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ പോളിസി നടപ്പിലാക്കിയാൽ ആരുടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് യൂണിയൻ ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, മറ്റ് മാനേജ്മെന്റുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. രണ്ടാമത് എന്താണ്? മേക്കിംഗ് എംപ്ലോയീസ് മോർ റെസ്പോൺസിബിൾ, എംപ്ലോയീസിനെ നമുക്ക് കുറെ കൂടെ റെസ്പോൺസിബിൾ ആക്കി മാറ്റാം. പിന്നെ ബ്രിങ്ങിങ് ഡിസൈർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, എംപ്ലോയീസിന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ബിഹേവിയറൽ ചേഞ്ചസ് കൊടുക്കുന്നതിന്. പിന്നെ കൺട്രോളിങ് എംപ്ലോയീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മെയിൻറ്റൈനിങ് കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്, എംപ്ലോയിക്ക് മാനേജ്മെന്റിനും ഇടയിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആ പോയിന്റുകളൊന്ന് വായിച്ചു നോക്കി, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, വായിച്ചു നോക്കിയല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നിങ്ങൾ ആ പോയിന്റുകളൊക്കെ പ്രത്യേകം പഠിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ. ഓക്കെ, ഡിസിപ്ലിന്റെ ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു അല്ലെ? പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പുകളാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ 3 എണ്ണമാണ്. ഒന്ന് പോസിറ്റീവ് ഡിസിപ്ലിൻ, 2 നെഗറ്റീവ് ഡിസിപ്ലിൻ, മൂന്നാമത്തത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. ഇതൊക്കെയാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. ഇങ്ങനെ 3 ടൈപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പോസിറ്റീവ് ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് എംപ്ലോയി ഡിസിപ്ലിൻ ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഡിസിപ്ലിൻ. എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയാം, അത് ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഡിസിപ്ലിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതാണ് നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, പ്രേരിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഡിസിപ്ലിൻ ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളുടെ നല്ല പെരുമാറ്റത്തിന് നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാം? നമുക്ക് അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കാം അല്ലെ, റിവാർഡ് കൊടുക്കാം, റെക്കഗ്നീഷൻസ് കൊടുക്കാം, അംഗീകാരം കൊടുക്കാം. അതുപോലെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കും അല്ലെ. അതിൽ വളരെ ക്രിയേറ്റീവ് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്ത് അതിനുള്ള റെക്കഗ്നീഷൻ കൊടുക്കാം അല്ലെ, അംഗീകാരം കൊടുക്കാം, പ്രതിഫലങ്ങൾ കൊടുക്കാം, ഇൻസെന്റീവ്സ് കൊടുക്കാം, ബെനിഫിറ്റുകൾ കൊടുക്കാം. ഇതൊക്കെ എന്താണ് ശരിക്കും പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് അല്ലെ. നമുക്ക് എന്താണ് നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഡിസിപ്ലിൻ ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ.
അപ്പൊ അതിന് പറയുന്ന പ്രതിഫലങ്ങൾ ഉണ്ടായിരിക്കാം, ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് നമ്മൾ ഫോക്കസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മള് പോസിറ്റീവ് ഡിസിപ്ലിനോട് നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്, നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ജീവനക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോസിറ്റീവ് ഡിസിപ്ലിനിന്റെ ലക്ഷ്യമിടുന്നത് കേട്ടോ. എന്താണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ജീവനക്കാരനെ സഹായിക്കുക, അല്ലെ, എംപ്ലോയീസിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോസിറ്റീവ് ഡിസിപ്ലിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. അറിയോ, പോസിറ്റീവ് ഡിസിപ്ലിനിലൂടെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടൊരു വർക്ക് എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ്, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ എന്താണ് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും, കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. അവരുടെ എഫിഷ്യൻസി വർദ്ധിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് വർദ്ധിക്കും, പെർഫോമൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനും ഈസിയാണ്. ശരിയല്ലേ? അതാണ് നമ്മുടെ കമന്റ് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. പോസിറ്റീവ് ഡിസിപ്ലിൻ. Positive discipline is the discipline that motivates the employees of the organization to standardize their behavior and achieve the organizational goals by following a proper code of conduct. Okay, നമുക്കറിയാം code of conduct, code of behavior എന്താണെന്ന് നമുക്കറിയാം. പെരുമാറ്റച്ചട്ടങ്ങളാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ്സില് ഈ പറയുന്ന അവിടുത്തെ എംപ്ലോയീസ് നിർബന്ധമായിട്ട് പാലിക്കേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ് കോഡ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോ ഈ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ടു സ്റ്റാൻഡർഡൈസ് their behavior and achieve the organizational goals by following a proper code of conduct. അല്ലെ, അവരുടെ ബിഹേവിയറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട്, അവരുടെ ബിഹേവിയറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കണ്ടക്റ്റിനനുസരിച്ചുകൊണ്ട് എംപ്ലോയീസിനെ പൊരുത്തപ്പെട്ടു പോകാനുള്ള രീതിയിൽ അവരുടെ ബിഹേവിയറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ അവർ സഹായിക്കും. ഓക്കെ, അങ്ങനെ അവരുടെ പെരുമാറ്റത്തിനെ, അവരുടെ ബിഹേവിയറിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടും അതുപോലെ ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് പാലിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്ന, അവരെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ, it can also be called a self-imposed discipline. ഇതിനെ നമുക്കൊരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഇതിനെ പോസിറ്റീവ് ഡിസിപ്ലിൻ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പോസിറ്റീവ് ഡിസിപ്ലിനെ നമുക്ക് എങ്ങനെ പറയാം? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. എന്തുകൊണ്ട് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് പറയാൻ കാര്യം? അതായത് നമുക്കൊരു പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് ഇറ്റ് വിൽ റെഗുലേറ്റ്സ് ദ ബിഹേവിയർ ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് അവരുടെ ബിഹേവിയറിനെ, അവരുടെ പെരുമാറ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോസിറ്റീവ് ഡിസിപ്ലിനിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ്. കാര്യം എന്താണ്? ഒരാളെ നമുക്ക് ആലോചിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നിനക്കത് സാധിക്കും, അല്ലെങ്കിൽ നിനക്ക് ഇത് ചെയ്യാൻ പറ്റും, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും, അല്ലെ? അയാൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അയാൾക്ക് ഇല്ലെങ്കിൽ കൂടി നമ്മൾ അയാളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾക്ക് ചിലപ്പോൾ അയാൾ പോലും അറിയാതിരിക്കുന്ന അയാളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ എനർജിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. അത് അയാൾ സെൽഫായിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ സെൽഫായിട്ട് അയാൾ അതിൽ എന്ത് ചെയ്യാണ്, കുറച്ച് എൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് എന്താണ് ഒരു എനർജി കിട്ടുകയും അയാളൊരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്നാണ് അതിന് പറയുന്നത്. സ്വന്തമായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഇമ്പോസ് ചെയ്യപ്പെടാണ്, അല്ലെ? സോ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. ഓക്കെ, ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഇഫക്റ്റീവ് ഫോഴ്സ് ഫോർ ദ പ്രോപ്പർ ബിസിനസ് മാനേജ്മെന്റ്. കേട്ടോ, ഒരു ശരിയായിട്ടുള്ള ഒരു ബിസിനസ് മാനേജ്മെന്റ് ഏറ്റവും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ഡിസിപ്ലിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് are easily followed by the employees and help the employees to improve their performance. പിന്നെ മാത്രമല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനിന്റെ റൂൾസ് എന്ന് പറയുമ്പോൾ അത് ഈസി ആയിട്ട് എംപ്ലോയീസിന് ഫോളോ ചെയ്യാൻ പറ്റും. കാര്യം അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയതുകൊണ്ട് തന്നെ അത് എംപ്ലോയീസിന് ഈസി ആയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയും അവർക്ക് അതിലൂടെ അവരുടെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ,
അത്രയേ ഉള്ളൂ. അതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. ആരുടെ ഡെഫിനേഷൻ ആണെന്നറിയോ? സ്ത്രീകളുടെ ഡെഫിനേഷൻ ആണ്. ആരാണ്? സ്ത്രീകളുടെ കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു സ്ത്രീകൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് ഡിസിപ്ലിൻ enables an employee to have a greater freedom in that he enjoys a greater degree of self-expression in striving to achieve the group objective which he identifies as his own. The definition ആണ്, സ്ത്രീകളുടെ ഡെഫിനിഷൻ ആണ്. അതിൽ എന്താ പറയുന്നത്? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒന്നാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നത്? അയാൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, ഒരു സെൽഫ് എക്സ്പ്രഷനിലൂടെ നേടിയെടുക്കാനായിട്ട് അവരെ സഹായിക്കുന്നതിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ഇത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ കറക്റ്റ് ഡെഫിനേഷന്റെ മലയാളം പറഞ്ഞത് അത് വേറൊന്നുമല്ല. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരാളെ കമ്പനി ചെയ്യുന്നില്ല, അയാൾക്ക് വളരെ എന്താ പറയുക, ഗ്രേറ്റർ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, നല്ലൊരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? ആ ഒരു ഓർഗനൈസേഷനിൽ അയാൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, അതായത് ഒരു സെൽഫ് എക്സ്പ്രഷനിലൂടെ, ഒരു സ്വന്തം, അതായത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അല്ലെ? അതിനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് അനുവദിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അല്ലെ? നമ്മളൊരു കാര്യത്തിന് വളരെ ഇഷ്ടത്തോടു കൂടി, വളരെ ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പൊ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. പക്ഷെ എങ്കിൽ കൂടെയും നമ്മൾ അതിന് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ശരിയല്ലേ? അതേസമയം നമ്മളൊരാള് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്, അത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന, തീർച്ചയായിട്ടും കുറെ കൂടെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവർക്ക് ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്കൊരു സെൽഫ് എക്സ്പ്രഷനിലൂടെ, ഒരു എൻജോയ്മെന്റിലൂടെ, സ്വയം ആസ്വാദനത്തിലൂടെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ അവരെ അതിനെ സഹായിക്കുന്ന, കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് ആര് പറയുന്നത്? സ്ത്രീകളെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? പോസിറ്റീവ് ഡിസിപ്ലിൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. കുറച്ച് പതുക്കിയാണ് എനിക്ക് എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ത്രോട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഈ ത്രോട്ടിന് നല്ലൊരു പെയിൻ ഫീൽ ചെയ്യുന്നു സൗണ്ട് വരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം സ്പീഡിൽ എടുക്കുന്നത് കേട്ടോ. കുറച്ച് വായിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരികയാണ് ത്രോട്ടിന്. ക്ലാസ് പിന്നീട് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സ്ട്രെയിൻ വരും. അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. വീട്ടിൽ പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ശരിയാകും. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്, ചിലപ്പോൾ സൗണ്ട് ഇല്ല, സൗണ്ട് പോകും. നമുക്ക് സൗണ്ട് പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ മെഡിന, എന്തുകൊണ്ട് ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് തണുപ്പായി തുടങ്ങിയല്ലോ. അപ്പൊ ആ ഒരു തണുപ്പിന്റെ ആണ് തോന്നുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, വായിച്ചു നോക്കിയല്ലോ. പോസിറ്റീവ് ഡിസിപ്ലിൻ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് രണ്ടാമത് കേട്ടോ. രണ്ടാമത് വരുന്ന എന്താണ്? നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. അപ്പോ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു മോശം പെരുമാറ്റത്തിനെ തിരുത്തുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്താ പറഞ്ഞേ? നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഡിസിപ്ലിനെ നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് പറയുന്നത്. അതിന് നേരെ തിരിച്ചാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോശം പെരുമാറ്റത്തിനെ തിരുത്തണം, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഇത് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നെഗറ്റീവ് ഡിസിപ്ലിൻ ഒക്കെ എന്തൊക്കെ ഉൾപ്പെടാം? ശിക്ഷകൾ ഉൾപ്പെടാം, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ്സ് ഉണ്ടാവാം, അല്ലെ? വാണിങ്സുകളെല്ലാം തന്നെ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓർഗനൈസേഷന് അനുയോജ്യമല്ലാത്ത ഒരു പെരുമാറ്റം അതിന് തടയുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ലക്ഷ്യമിടുന്നത്, അല്ലെ? പോസിറ്റീവ് ഡിസിപ്ലിൻ നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞത് നല്ല പെരുമാറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. അതിന് പ്രതിഫലം ഉണ്ടാവും, അതുപോലെ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും,
ബെനിഫിറ്റുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തുക. അവിടെ നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം എന്താണ്? ജീവനക്കാരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ലക്ഷ്യമിടുന്നത്. അതേസമയം നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു മോശം പെരുമാറ്റത്തിനെ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ലക്ഷ്യമിടുന്നത്. അതിനകത്ത് പനിഷ്മെന്റ് ഉണ്ടായിരിക്കും, വാർണിങ്സ്, അങ്ങനെയുള്ള അതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള പെനാൽറ്റികൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷന് ഒട്ടും അനുയോജ്യമല്ലാത്തൊരു പെരുമാറ്റത്തിനെ തടയുക എന്നുള്ളതാണ് നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിനിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റാം കേട്ടോ. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ sometimes certain employees do not feel like following the rules and regulations of the organization. അപ്പൊ ചിലപ്പോൾ ചില ഓർഗനൈസേഷനിൽ ചില എംപ്ലോയീസിന് ഒരിക്കലും ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും തോന്നില്ല. കാരണം എന്താ അറിയോ? they view the complaint with the rules and regulations to be negative. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവും. കാര്യം അവർക്കത് പാലിക്കുന്നില്ല, എല്ലാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോട് ആയിരിക്കും അവർ കാണുന്നത്. അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കഴിഞ്ഞാൽ അതൊരു ശരിയാവില്ല, അത് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും അവരതിനെ കാണുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് എ വെരി ജനറൽ അപ്രോച്ച് ടുവേർഡ്സ് ദ ഡിസിപ്ലിൻ. അത് പൊതുവെ ഡിസിപ്ലിനോടുള്ളൊരു സമീപനം അങ്ങനെയാണ്, ശരിയല്ലേ? നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോൾ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പൊതുവെ ഹ്യൂമൻ സൈക്കോളജിയിൽ ചിന്തിക്കുകയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? അതിനോടൊത്തു പോകാനുള്ളൊരു സമീപനം, നമ്മുടെ പൊതുവെ ഉള്ളൊരു സമീപനം ആ രീതിയിലായിരിക്കും. ഇൻ സച്ച് കേസസ് the disciplinary policies are enforced on the employees. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡിസിപ്ലിനറി പോളിസീസുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എൻഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കത് ഫോഴ്സ്ഫുള്ളി എംപ്ലോയീസിന്റെ മേലിൽ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, sometimes undisciplined employees are harmed and even punished for not obeying the rules and regulations. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്തതിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് എംപ്ലോയീസിന് ചെറിയ രീതിയിൽ പണിഷ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ഒരു ഓർഗനൈസേഷന് ഒട്ടും അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും പെരുമാറ്റങ്ങൾ തടയുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഡിസിപ്ലിൻ. നെഗറ്റീവ് ഡിസിപ്ലിൻ അത് എന്തൊക്കെ വരാം? ഈ പറയുന്ന പനിഷ്മെന്റ്സ് വരാം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പെനാൽറ്റികൾ വരാം, വാർണിങ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതിനെ നമ്മുടെ സ്പീഗൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്പീഗലിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സ്പീഗൽ, നെഗറ്റീവ് ഡിസിപ്ലിൻ is the force that prompts an individual or a group to observe the rules, regulations and procedures which are deemed to be necessary to the attainment of an objective. അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അത്യാവശ്യം എന്ന് തോന്നുന്ന അവരുടെ ആ ഒരു എന്താ പറയാ അത്യാവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ആണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയോ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് അത്യാവശ്യം എന്ന് തോന്നുന്ന നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ആണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. കാരണം അത് സ്വമേധയെ അവരനുസരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കണം. അതാണ് എന്ത്? നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വായിച്ചു നോക്കിയേ, നെഗറ്റീവ് ഡിസിപ്ലിൻ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചോ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ കാര്യം നോക്കാം കേട്ടോ. മൂന്നാമത്തെ എന്താണെന്നറിയോ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ്. എന്താണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ? എന്താണെന്ന് അറിയോ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ എംപ്ലോയിയുടെ പെരുമാറ്റത്തിലുള്ള ചില പ്രോബ്ലംസുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടമായിട്ടുള്ള ഒരു സമീപനം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെ? അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവില് നെഗറ്റീവില് അങ്ങനെയാണോ? അവിടെ ഒരു എന്താ ഒരു സിസ്റ്റമാറ്റിക് എന്ന് പറയാം. ഒറ്റ രീതിയിൽ നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണ്.
നല്ല രീതിയിലുള്ള പെരുമാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത് പോസിറ്റീവ് ആണ്. മോശമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിനെ തടയുക എന്നുള്ളത് നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിലുള്ള ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ ഘട്ടമായിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ചെയ്യാന്നറിയോ? നമ്മൾ ആദ്യം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ, അതായത് നമ്മൾ ആദ്യം ഇപ്പൊ അവരുടെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ചെറിയ രീതിയിലുള്ള ഒരു വാർണിംഗ്സ് അവർക്ക് കൊടുക്കും. വളരെ ലളിതമായിട്ടുള്ള വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കും. ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, വാർണിംഗ്സ് നമ്മൾ അവർക്ക് കൊടുക്കും. എന്നിട്ടും അവരുടെ പെരുമാറ്റം മെച്ചപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ അവർക്കെതിരായിട്ട് എടുക്കും. മനസ്സിലായത്? ഒറ്റയടിക്ക് നമ്മളൊരു ശിക്ഷ കൊടുക്കുകയല്ല. അതായത് ആദ്യം നമ്മൾ വളരെ ഒരു ചെറിയ രീതിയിൽ ഒരു വാർണിംഗ്, ആ വാർണിംഗ് കൊടുത്തിട്ടും അവരുടെ പെരുമാറ്റം മെച്ചപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള രീതിയിൽ ആക്ഷൻസ് നമ്മൾ എടുക്കും. അപ്പൊ അവിടെ നമ്മള് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളുടെ ആക്ഷൻസ് ഇടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. അല്ല, ഒറ്റയടിക്ക് നമ്മൾ ചെയ്യല്ല, ആദ്യം ചെറിയ രീതിയിൽ, പിന്നെ കുറച്ചുകൂടെ വലുതാക്കി, കുറച്ചുകൂടെ വലുതാക്കി, അങ്ങനെ നമ്മളൊരു സിവിയർ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തും. ഓക്കെ, പക്ഷെ എന്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗുരുതരമായിട്ടുള്ള ചില എന്താ പറയാ കോൺസിക്വൻസസ് നേരിടുന്നതിന് മുൻപായിട്ട് ജീവനക്കാർക്ക് അവരുടെ പെരുമാറ്റങ്ങൾ തിരുത്താനായിട്ട് ഒരു അവസരം കിട്ടും. ആദ്യം ഒരു വാർണിംഗ് കൊടുത്തു, ആ വാർണിംഗ് കൊടുത്ത് അവരത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല, അല്ലെ? അതേസമയം അവർ തിരുത്താതെ വരുമ്പോഴാണ് നമ്മൾ സിവിയർ പനിഷ്മെന്റ്സിലോട്ട് മറ്റു പോകുന്നത്. അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ട്? അവിടെ ഒരു സമയമുണ്ട്, അല്ലെ? അവർക്ക് ഈ പറയുന്ന മറ്റുള്ള കോൺസിക്വൻസസ് നേരിടുന്നതിന് മുൻപ് തന്നെ ജീവനക്കാർക്ക്, എംപ്ലോയീസിന് അവരുടെ പെരുമാറ്റം തിരുത്താനുള്ള ഒരു അവസരം ഇന്ത്യയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിനിലൂടെ ലഭിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കിട്ടുന്നില്ല, പോസിറ്റീവ് ഡിസിപ്ലിന് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല. ചെയ്യുന്നത് നല്ലതാണെങ്കിൽ ഓക്കെ, പോസിറ്റീവ് ഡിസിപ്ലിനിൽ ഓക്കെയാണ്. ചെയ്യുന്നത് അറിയുന്നത് മോശമായി പോവുകയാണെങ്കിൽ നെഗറ്റീവ് ഡിസിപ്ലിനാണ് ഉടനടി നമുക്കൊരു പനിഷ്മെന്റ് കിട്ടാണ്. അതേസമയം പ്രോഗ്രസീവിൽ അങ്ങനെയല്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വാർണിംഗ് തരും. ആ വാർണിംഗ് തന്നെ നമ്മളത് മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ തിരുത്താതെ പോകുമ്പോഴാണ് നമുക്ക് സിവിയർ ആയിട്ടുള്ള പനിഷ്മെന്റിലോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവനക്കാർക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന് മുമ്പേ തന്നെ അവരുടെ പെരുമാറ്റങ്ങൾ തിരുത്താനുള്ള ഒരു അവസരം ഇന്ത്യയിലൂടെ ലഭിക്കുന്നുണ്ട്, പ്രോഗ്രസീവ് ഡിസിപ്ലിനിലൂടെ ലഭിക്കുന്നുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് വേയിലുള്ള ഡിസിപ്ലിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. The best way to maintain discipline among the employees is the adoption of progressive discipline policy. Important ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മളിപ്പോ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പഠിച്ചു, എങ്കിലും നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ല മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസിയാണ്. ഏതല്ല, പോസിറ്റീവോ നെഗറ്റീവോ അല്ല. ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. This policy basically involves a systematic way of dealing with the indisciplined problems created by the employees. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, എംപ്ലോയീസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വളരെ സിസ്റ്റമാറ്റിക് വേയിലൂടെയുള്ള ഒരു പോളിസിയാണ് ഇത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. According to this disciplinary policy, an organization should take the minor disciplinary actions at the initial stages and then move on to the more severe punishment. കണ്ടോ, ഈ ഒരു ഡിസിപ്ലിനറി പോളിസി പ്രകാരം ആദ്യം ഓർഗനൈസേഷൻ മൈൽഡ് ആയിട്ടുള്ള ചില ഡിസിപ്ലിനറി ആക്ഷൻസ് ആയിരിക്കും എടുക്കുക, നേരിയ രീതിയിലുള്ള ചില അച്ചടക്ക നടപടികൾ എടുക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയായിരിക്കും. അതിനുശേഷമാണ് പിന്നീട് മെച്ചപ്പെടാതെ വരുമ്പോഴാണ് കുറെ കൂടി സിവിയർ പനിഷ്മെന്റിലോട്ട് നീങ്ങുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. If an employee creates an indiscipline in any form, first he should be given a verbal warning. ഒരു എംപ്ലോയി എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻഡിസിപ്ലിൻ ആക്ട്, ഒരു അച്ചടക്ക ലംഘനം അയാൾ നടത്തിയിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ അവർക്ക് ഒരു വെർബൽ വാർണിംഗ് കൊടുക്കും, ഒരു ഓറൽ വാർണിംഗ്, ഒരു വാക്കാലെ നമ്മൾ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കും, അല്ലെ? If he does not rectify his mistake, a charge sheet can be given to him. And further, if he continues with his indisciplinary behavior,
he can be suspended and finally terminated. എന്നിട്ടും അയാൾ അയാളുടെ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തില്ല, പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നമുക്കൊരു ചാർജ് ഷീറ്റ് സമർപ്പിക്കാം. അതായത് ദാറ്റ് മീൻസ് ഒരു കുറ്റപത്രം നമുക്ക് സമർപ്പിക്കാം. എന്നിട്ടും അവരത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് അവരെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഫൈനലി നമുക്ക് ആ ഒരു സർവീസിൽ നിന്ന് തന്നെ അവരെ ടെർമിനേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ടെർമിനേഷൻ ആണോ ചെയ്യുന്നത്? അല്ല, ചെറിയൊരു മൈൽഡ് രീതിയിലുള്ള ഒരു വാണിംഗ് കൊടുത്തു, പിന്നെ നമ്മൾ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു, എന്നിട്ടും മെച്ചപ്പെടാതെ വന്നപ്പോഴാണ് നമ്മളൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ടെർമിനേഷനിലൂടെ പോയത്. ഓക്കെ, അപ്പൊ അവിടെ അവസരമുണ്ട്, ഈ എംപ്ലോയിക്ക് അയാളെ തിരുത്താനുള്ളൊരു അവസരം അയാൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. A progressive discipline stays with the employee for his whole career period. That is from the date of joining till his retirement from the organization. നമ്മൾ ഈ പറയുന്ന പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ വർക്കിംഗ് സാഹചര്യത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയി എന്ന് ആ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോയിൻ ചെയ്ത് റിട്ടയർമെന്റ് വരെ ആ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അയാളോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു എംപ്ലോയിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റേസസ് ദ എംപ്ലോയി ടു എ ഹയർ ലെവൽ ബട്ട് can also result in his dismissal. രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലെ? ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നില്ലെങ്കിൽ എംപ്ലോയിനെ അതൊരു ഹയർ ലെവലിലേക്ക് എത്തിക്കാം. നമ്മളൊരു വാണിംഗ്സ് ഒക്കെ കൊടുത്ത് അവർ മെച്ചപ്പെടുകയാണെങ്കിൽ അവർ മെച്ചപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർ ഹയർ ലെവലിലോട്ട് എത്തും. ഇനി നമ്മൾ ആ വാണിംഗ്സ് കൊടുത്തു, അച്ചടക്ക നടപടികൾ എടുത്തു, എന്നിട്ടും അവർ ഇംപ്രൂവ് ആയില്ലെങ്കിൽ അത് എന്തിലോട്ട് വരാം? ഡിസ്മിസലിലോട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ട്. രണ്ട് പോസിബിലിറ്റിക്ക് നമ്മുടെ സാധ്യതയുണ്ട്. In other words, it can be said that progressive discipline not only rewards an employee but can also punish him. അല്ലെ? അതായത് ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയിക്ക് റിവാർഡ്സ് മാത്രമല്ല കൊടുക്കുന്നത്, എന്ത് കൊടുക്കുന്നുണ്ട്? പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? രണ്ടും വരുന്നതാണ് ഇത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ രണ്ടും വരുന്നുണ്ടോ? ഇല്ല, അവിടെ ഓൺലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നു, പ്രതിഫലങ്ങൾ, ബെനിഫിറ്റുകൾ അത് മാത്രമേ അതിനകത്ത് കൊടുക്കുന്നു. നെഗറ്റീവ് ഡിസിപ്ലിൻ ആണെങ്കിൽ അവിടെ നെഗറ്റീവ്സ് മാത്രം കൊടുക്കണം, അല്ലെങ്കിൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി അല്ലെങ്കിൽ വാണിംഗ് ആണെങ്കിൽ. അതേസമയം പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അങ്ങനെയാണോ? അതിനകത്ത് രണ്ടും വരുന്നുണ്ട്, റിവാർഡും വരുന്നുണ്ട്, പണിഷ്മെന്റും വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ക്ലിയർ ആയല്ലോ കേട്ടോ? ഇത്രയും വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.